കുറച്ച് നാളായിട്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ല അതാ താരങ്ങളാണ്. ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയിലുള്ളത്. എല്ലാവരും ഷെല്ലി തോമസും എല്ലാം. അപ്പം എന്താ പറയുക, വളരെ സന്തോഷം. ഇപ്പം പുതുമുഖ സംവിധായക ശരന്റെ വിളഞ്ഞാട്ടം വിളയാട്ടം അതെ ഭയങ്കര എനിക്ക് തോന്നുന്നു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇമോഷൻസും ഉണ്ട്. അതായത് ജോസഫിന് ശേഷം എനിക്ക് ചേട്ടൻ്റെ നമ്മൾ ഫുള്ള് ഫേഷ്യൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തുള്ളൊരു ഓരോ സീനും ഭയങ്കര ലൈഫും ഉണ്ടായിരുന്നു. എല്ലാവരും മ്യൂസിക്കിന്റെ ആവശ്യമില്ല. മ്യൂസിക് ഭയങ്കര ഇൻഡെപ്ത് ആയിരുന്നു. അതിന് എല്ലാത്തിനും ഓരോ ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ശരൺ അമേസിംഗ്ലി, എനിക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ ശരണിന്റെ ലൈഫാണോ ഞങ്ങളെല്ലാവരും ശരണിനോട് ചോദിക്കുന്നുണ്ട്. അല്ല, അത് ശരിക്കും അങ്ങനെയാണ്. ഒരു നടന്ന കഥ പോലെ, സ്വന്തം വീട്ടിൽ നടന്ന പോലെ, നമുക്ക് റിലേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഡയറക്ടർ അയാള് ഒരു കഥയെടുത്ത് ചെയ്തു വെച്ചേക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ്. ഭയങ്കര ഒരു ക്രിഞ്ചില്ലാതെ, അങ്ങനെ ആ ഒരു വാക്ക് പറയേണ്ടിയിരിക്കണം. കാരണം ഡ്രാമ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഡയലോഗിൽ പോലും അതില്ല. വെരി മെച്ചുവേർഡ് ആയിട്ടുള്ള ഇത് ഈ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നാരായണീൻ്റെ മക്കൾ ഉറപ്പായിട്ടും അത് മലയാള സിനിമയിൽ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ വരുന്നൊരു സിനിമ തന്നെയായിരിക്കും. മിസ്റ്റർ ബോബി കുര്യൻ എന്ന് ഫീൽ ഗുഡ് മൂവി, ഫാമിലി എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ നല്ല മൂവി. ഇനി അതിന്റെ അപ്പുറത്തേക്ക് വേറെ വാക്കില്ല. റിലേഷൻഷിപ്പിനൊക്കെ കുറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നില്ലേ, റിലേഷൻഷിപ്പ് അതേപോലെ ബന്ധങ്ങളിൽ ഒരു ബൗണ്ടറീസ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ എല്ലാം അതിന്റെ A to Z കാര്യങ്ങൾ ഡയറക്ടറുടെ പടമാണ്. ഇദ്ദേഹത്തിന്റെ സിനിമയാണ്. ഇദ്ദേഹം ആ പറഞ്ഞ വാക്കുകളും എല്ലാം, ആ വാക്ക് പഠിക്കാൻ തന്നെ ഞാൻ സമയമെടുത്തു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി. നല്ല നൈസ്.